അണ്ണൻ തനി നാടൻ കൊല മല്ലൂമിനാറ്റി. ഈ മല്ലൂമിനാറ്റി എന്ന് പറയുന്ന വാക്ക് ശരിക്കും നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത വാക്കാണ്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ഈ നന്മകനെ എന്ന് കേട്ടപ്പോ ഞാൻ ഈ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അർത്ഥം പിടികിട്ടി, എന്തോ നന്മകളൊക്കെ ഉള്ള ഒരു മകനാണ് വിനായക്. നല്ല മകൻ. കന്നഡയിൽ ഈ മകനെ എന്ന് വിളിക്കും, മകനെ, നന്മകനെ എന്മകനെ എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ ഒരു മകനെ വെച്ച് തുടങ്ങാം എന്ന രീതിക്കാണ് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന രീതിക്ക് തുടങ്ങിയത്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് അത്രയും കടുപ്പിക്കണമായിരുന്നോ? അല്ല, അതൊരു തമാശ. ഈ അദ്ദേഹത്തോടും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയണം, ആ പാട്ട് ഇലുമിനാറ്റി പറ്റിയുള്ള പാട്ടല്ല, പാട്ട് രംഗണ്ണനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ മൈനെ പറ്റിയുള്ള പാട്ടല്ലല്ലോ. അത് ഒരു സിനിമാ പാട്ട് പോലെ തോന്നരുത്. സിനിമയ്ക്കുള്ളിൽ കേൾക്കുകയാണെങ്കിലും ശരിക്കും വഴിയിൽ കൂടെ നമ്മുടെ വീടിനൊക്കെ മുമ്പിൽ കൂടെ ഒരു കരോള് പോയാൽ എങ്ങനെയായിരിക്കും അത് സൗണ്ട് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തന്നെയായിരുന്നു ജോണേട്ടന്റെ ഒരു ഐഡിയ. മണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി, മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി, അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി. നമ്മൾ കാരണം പ്രേതത്തിന് പൊറുതിമുട്ടി. അങ്ങനെ ക്ഷമ നശിച്ചൊരു പ്രേതം തിരിച്ചു പറയുകയാണ്, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടം. വഴി തെറ്റാനും ഉണ്ട് അവകാശം. ശരിയായ വഴിയാണെന്ന് പാട്ടിൽ പറയുന്നില്ല. വിനായക കുലീനരെ ഉദാത്തരെ ഉപയോഗിച്ചിരിക്കുന്നത് സർക്കാസ്റ്റിക് ആയിട്ടാണ്. അതെ, കുലീനരും ഉദാത്തരുമാണെന്ന് സ്വയം വിചാരിക്കുന്നവരെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവരൊന്നും അങ്ങനെ അല്ല സത്യത്തിൽ. ഉറ്റ തോഴരെ എന്ന് വിചാരിക്കുന്നതും അത് പറയുന്നത് സർക്കാസമാണ്. ഇതാണ് ട്യൂൺ. ഒരു ഓപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കാട്ടുകുരുവി കൂട്ടുവരുമോ പാട്ട് തരുമോ. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ഞാൻ ആദ്യം എഴുതിയത് ചാപ്ലിൻ അല്ലടാ. ചാപ്ലിൻ പാടി ഒപ്പിക്കാൻ ഇത്തിരി പാടാണ്. മനസ്സിൽ ആദ്യം വരുന്ന ആ ഹുക്കില് എന്റെ നെഞ്ചാകെ ആലോചിക്കാതെ തന്നെ വന്ന ട്യൂണ് കേട്ടപ്പോ. മറ്റേത് പിടയുന്നൊരിന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി. ലിറിസിസ്റ്റ് വിനായക് ശശികുമാറാണ് നമുക്കപ്പോൾ. ഹായ് വിനായക്. പറഞ്ഞു തുടങ്ങിയതുപോലെ പാടുന്നവർ പാടട്ടെ, ആടുന്നവർ ആടട്ടെ, ചേരുന്നവർ ഒന്നായി ചേരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ശരിക്കും അത് മനഃപൂർവ്വം എഴുതുന്നതാണോ, അത് വരികൾ അങ്ങനെ അറിയാതെ വന്നു പോകുന്നതാണോ? മനഃപൂർവ്വം എഴുതുന്നത് തന്നെയാണ്. ഭീഷ്മപർവം പോലൊരു ഏത് സിനിമയാണെങ്കിലും ആ സിനിമയിൽ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു ടേസ്റ്റും ആ സിനിമയുടെ ഒരു രാഷ്ട്രീയവും ഒക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അവർക്ക് വേണ്ട ഒരു കസ്റ്റമൈസ്ഡ് പ്രൊഡക്റ്റ് ആണ് പലപ്പോഴും നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഭീഷ്മപർവത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ മോഡിൽ മനസ്സ് സെറ്റാണ്. അപ്പൊ അതിൽ ആദ്യം എഴുതുന്ന പാട്ടാണ് ഈ പർദീസ. അപ്പൊ അതില് എന്ത് പറയാനാണോ ആ പാട്ടിൽ ഡയറക്ടർ ആഗ്രഹിക്കുന്നത്, അതാണ് അതിലൊരു ഡീപ്പർ മീനിങ് ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്നത്. പ്രത്യക്ഷത്തിൽ അതൊരു ഒരു സിനിമയിൽ ഒരു വലിയ ദുരന്തം അത് കഴിഞ്ഞ് നടക്കും. ആ ദുരന്തത്തിന് മുന്നോടിയായിട്ട് വരുന്ന ഒരു ആഘോഷമാണ് ഈ പർദീസ എന്നുള്ള പാട്ട്. അപ്പോൾ പക്ഷെ ഉള്ളിൽ എവിടെയോ ഒരു വേദനയുടെ എലമെന്റ് വേണം എന്ന് തോന്നി. പിന്നെ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒരു വിഷയം അവിടെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. അപ്പൊ അങ്ങനെയാണ് പാടുന്നവർക്ക് പാടാനും ആടുന്നവർക്ക് ആടാനും ചേരണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടുപേർക്ക് ഒരു മടി കൂടാതെ എത്രയും വേഗം തമ്മിൽ ചേരാനും കഴിയുന്നൊരു ഭൂമി ഉണ്ടെങ്കിൽ ആ ഭൂമിയാണ് നിന്റെ പർദീസ എന്നൊരു ഐഡിയ അവിടെ. തീർച്ചയായിട്ടും ഭീഷ്മപർവം പറഞ്ഞതുകൊണ്ട് രതിപുഷ്പവും കൂടെ പറയാം. രതിപുഷ്പങ്ങൾ പൂക്കുന്ന യാമം, മാരിടം രാസകേളി തടാകം. ഇത് പണ്ട് എഴുതിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇതേ ടോണിൽ വരുന്ന ഒരു പാട്ടുണ്ട് പ്രഭു എന്ന് പറയുന്ന സിനിമയില്, ഇന്നീ തീരം തേടും തിരയുടെ പാട്ടിൽ അവസാനില്ലേ, അതിൽ പറയുന്നുണ്ട് നർത്തനം തുടരൂ യാമിനി ഇവിടെ, എന്നിട്ട് നിന്മത നൃത്തം കണ്ടിട്ടിവിടെ ജീവിതം ഉണരട്ടെ എന്നാണ്. യാമിനി തുടരൂ മാദക നൃത്തം എന്നുള്ള സാധനമാണ് പറയുന്നത്. അല്ല, അന്നത് വേറൊരു ആസ്പെക്റ്റിലാണ് കൈകാര്യം. മാദക നൃത്തം തുടരൂ, അത് നാട്ടുകാർക്കൊരു ഗുണമാവട്ടെ, ഉപകാരപ്പെടട്ടെ നിന്റെ നൃത്തം എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോഹമാണ് ഈ പറഞ്ഞതുപോലെ. ഈ രതിപുഷ്പത്തിലേക്ക് ഇങ്ങനെ തന്നെ വേണം. അത് നല്ല പാട്ടാണ് ശരിക്കും. ഉണ്ണിമേനോൻ ഇങ്ങോട്ട് വന്നിട്ട് രണ്ടാമത് വീണ്ടും നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയ ഒരു പാട്ടാണ്. പക്ഷെ അങ്ങനെ തന്നെ ഒരു ടോണിൽ പിടിക്കണമെന്ന് ആരാ നിർദ്ദേശിച്ചത്? അങ്ങനെ തന്നെ ഈ പറഞ്ഞ പാട്ട് എന്നെ എനിക്ക് ഇട്ട് കേൾപ്പിച്ചു തന്നു. ഇന്നീ തീരം തേടും പുള്ളിയുടെ പാട്ടിൽ അടക്കം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ 3-4 പാട്ടുകൾ പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ പറഞ്ഞത് കേൾപ്പിച്ച് തന്നിട്ട് ഇതുപോലൊരു പാട്ട് വേണം എന്ന് തന്നെ പറഞ്ഞ് ജയിപ്പിച്ച പാട്ടാണ് രതിപുഷ്പം. കാരണം അത് സിനിമയ്ക്കുള്ളിലെ സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ആ സിനിമ ഒരു 80s സിനിമയായിരിക്കാം, മലയാള സിനിമയായിരിക്കാം. അത് നിർമ്മിക്കുന്ന ആളാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ കഥാപാത്രം. അപ്പോൾ അതിൽ അഭിനയിക്കാൻ വരുന്നതാണ് റംസാന്റെ ക്യാരക്ടർ.
അപ്പോൾ അങ്ങനെ ഒരു പാട്ട്, ഒരു പഴയ റെട്രോ വൈബ് നമുക്ക് പെട്ടെന്ന് അതിലോട്ട് എത്തുന്ന ഒരു പാട്ട്. എന്നാൽ ഇതിൽ പറയാതെ പറഞ്ഞു പോകുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനോട് പറയുന്നതോ പുരുഷൻ സ്ത്രീയോട് പറയുന്നതോ അല്ലാതെ വേണമെങ്കിൽ 2 പുരുഷന്മാർക്കും തമ്മിൽ പറയാം എന്നൊരു എക്സ്ട്രാ എലമെന്റ് കൂടെ കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇവരുടെ 2 പേരുടെ കഥാപാത്രങ്ങൾ 2 പുരുഷന്മാരാണ്, ഈ പ്രൊഡ്യൂസറിന്റെയും ആക്ടറിന്റെയും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു സ്ത്രൈണത ഒരുപാട് വരാതെ 2 രീതിയിലും ചിന്തിച്ചാൽ കണക്ട് ആവുന്ന വരികളാണ് ഇതിൽ എഴുതിയത്. പിന്നെ ചിരിക്കണം, കേട്ടാ ചിരി വരണം എന്നുള്ളത്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പാട്ടുകൾ ഇറങ്ങില്ല. ഇന്നത്തെ കാലത്ത് അത്തരത്തിലൊരു പാട്ട് കേട്ടാലും അല്ലെ സീൻസ് കണ്ടാലും നമ്മൾ ആദ്യം ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് ചിരിക്കുകയോ ചെയ്യാം. അപ്പൊ ആ ഒരു ചിരി വരണമെന്ന് ഡയറക്ടർ ആമലേട്ടൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ചില വരികൾ കണ്ടിട്ട് അവര് പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്തു. ഈ വിരിമാറിൽ ഞാനിന്നും നൽകാം പാറയും വെണ്ണയാകുന്ന സ്പർശം. പാറയും വെണ്ണയാകുന്ന സ്പർശം കേട്ടിട്ട് ഒരുപാട് ചിരിച്ചു. അല്ലെ, കല്ലിന് പോലും ചിറകുകൾ വന്നു കന്നി വസന്തം പോയി എന്ന് പറയുന്ന എഴുതു പോലെയാണ് സാധനം പാറയും. വിനായക് ഇപ്പൊ കൈകാര്യം ചെയ്യുമ്പോൾ കോമിക്കാണ്, ഒരു സ്പൂഫ് രീതിയിലാണ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് ഒരുപാട് പാട്ടുകളിലുണ്ട്. പക്ഷെ ഇതിനെല്ലാം പറയുന്നതിന് മുമ്പ് ഇല്ലൂമിനാറ്റിയാണ്. അണ്ണൻ തനി നാടൻ കൊല മല്ലൂമിനാറ്റി. ഈ മല്ലൂമിനാറ്റി എന്ന് പറയുന്ന വാക്ക് ശരിക്കും നിങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്തൊരു വാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇല്ലൂമിനാറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. പക്ഷെ അതിനകത്തൊരു മല്ലൂമിനാറ്റി ഉണ്ടാവുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ മല്ലൂമിനാറ്റി, എനിക്ക് തോന്നുന്നു മല്ലൂമിനാറ്റിക്ക് വേണ്ടിയിട്ട് വിനായക് വാദിച്ചാണ് മല്ലൂമിനാറ്റി. ഇല്ലൂമിനാറ്റിക്കും മല്ലൂമിനാറ്റി രണ്ടിനും വേണ്ടി വാദിച്ചിട്ടുണ്ട്. അല്ല, ശരിക്കും ഇല്ലൂമിനാറ്റി ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ്. അവിടെ നമ്മൾ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സീക്രട്ട് ഓർഗനൈസേഷൻ എന്തോ ആവട്ടെ, അതവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ബദലായിട്ട് നമ്മുടെ അണ്ണനുണ്ട്. ഒന്നെങ്കിൽ അണ്ണൻ അതായിരിക്കും, അല്ലെങ്കിൽ ഇനി അതല്ലെങ്കിൽ അണ്ണൻ നമ്മുടെ ഇല്ലൂമിനാറ്റി എന്ന് പറയുമ്പോൾ മലയാളിയായിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്ന ഇല്ലൂമിനാറ്റി. അപ്പോൾ മല്ലൂമിനാറ്റി. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. ഈ നന്മകനെ എന്ന് കേട്ടപ്പോൾ ഞാൻ ഈ മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. പക്ഷേ എനിക്ക് അർത്ഥം പിടികിട്ടി, എന്തോ നന്മകളൊക്കെ ഉള്ള ഒരു മകനാണ് വിനായക്, നല്ല മകനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിങ്ങനെ ചിന്തിച്ചൂടെ സീരിയസ് ആയിട്ട്, ഇങ്ങനെയുള്ള വാക്കുകൾ പരുവപ്പെടുക പുതിയ ഈ പാട്ട് അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരു പാട്ട് എഴുതുമ്പോൾ ഇത് പ്യുവർ മലയാളത്തിൽ വേണമെന്നൊരു നിർബന്ധവും ഉണ്ടായിരുന്നില്ല. എനിക്കും ഉണ്ടായിരുന്നില്ല, അവർക്കും ഉണ്ടായിരുന്നില്ല. കാരണം സിനിമ നടക്കുന്നത് ബാംഗ്ലൂരാണ്. ഈ രംഗയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അറിയില്ല. മലയാളിയാണെന്ന് പറയപ്പെടുന്നു. ഇയാൾ ഏതൊക്കെ നാടുകളിൽ കൂടെ സഞ്ചരിച്ചെത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. തമിഴിന്റെ നല്ല ഒരു ഹാങ് ഓവർ ആ സിനിമയിലുണ്ട്. അപ്പോൾ കുറച്ച് മലയാളികൾക്കും തമിഴന്മാർക്കും തമിഴും എല്ലാം കലർന്നൊരു സങ്കരയിനം ഭാഷ വേണമെങ്കിൽ നമുക്കിതിൽ പ്രയോഗിക്കാന്ന് മനസ്സിലായി. അപ്പൊ കന്നഡയിൽ ഈ മകനെ എന്ന് വിളിക്കും, മകനെ. അപ്പോൾ ഈ മകനെ എന്നുള്ള വിളി വളരെയധികം കോമൺ ആണ്. ഇപ്പൊ നന്മകനെ എന്മകനെ എന്നൊക്കെ പറയുന്ന. അപ്പൊ ആ ഒരു മകനെ വെച്ച് തുടങ്ങാം എന്ന രീതിക്കാണ് നന്മകനെ പൊന്മകനെ, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ എന്ന രീതിക്ക് തുടങ്ങിയത്. അപ്പൊ അതിനകത്ത് പിന്നെ വരുന്ന വാക്കുകളിലൊക്കെ തമിഴുണ്ട്. ഇവനെ പടച്ചു വിട്ട കടവുളുക്ക് 10ൽ 10. അപ്പൊ കടവുൾ എന്നുള്ള വാക്ക് തമിഴാണ് ശരിക്കും. അപ്പൊ അങ്ങനെ എന്നാൽ എല്ലാവർക്കും മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച സോഡാ സർബത്ത് അത്രയും കടുപ്പിക്കണമായിരുന്നോ? അല്ല, അതൊരു തമാശ. ഈ രംഗണ്ണന്റെ കഥ തുടങ്ങുന്നതിന് ഇയാളൊരു ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കുന്നതാണ്. ആ ജ്യൂസ് അടിക്കുന്ന കടയിൽ കുറെ പേര് വന്ന് ബഹളം ഉണ്ടാക്കുന്നു. അവിടെയാണ് അണ്ണ അടി തുടങ്ങുന്നതും. അവിടെ ആ ഗുണ്ടകളുടെ നേതാവായ ഈ ഇദ്ദേഹം ചെയ്യുന്ന കഥാപാത്രം, നമ്മുടെ മൻസൂർ അലിഖാൻ ചെയ്യുന്ന കഥാപാത്രം ഇത് കണ്ട് ഇംപ്രസ്ഡ് ആയിട്ട് ഇയാളെ റെക്രൂട്ട് ചെയ്ത് പിന്നെ ഇയാളുടെ വലങ്കയായി മാറുന്നു. അപ്പോൾ അണ്ണൻ ചോര കൊണ്ട് ജ്യൂസ് അടിക്കും എന്ന് പറയുന്ന ഒരു ഫാൻസിന്റെ ഒരു ആരാധന മൂത്ത് പാടുന്ന പാട്ടാണ്. അപ്പൊ അങ്ങനെ എന്തും പാടാം. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് ഇത് എഴുതാൻ കാരണം എനിക്ക് പടച്ചുവിട്ട കടവുകൾക്ക് 10ൽ 10. അപ്പൊ ഇത്ത് എന്നുള്ളതിൽ തീരണം. അതിനു മുമ്പ് മതയാനെ മെരുക്കിടും കരുത്ത്, ഞൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത്. അപ്പോൾ അതിന് മുൻപ് ആദ്യം വരുന്നത് ഇടയാൻ വന്നവർക്കും നിന്നവർക്കും പണ്ടേ ആപത്ത്. ഇവനോട് മുട്ടാൻ വന്നവർക്കും നിന്നവർക്കൊക്കെ പണ്ടേ ആപത്ത് സംഭവിച്ചു. അപ്പൊ ഈ ആപത്ത് കരുത്ത് 10ൽ 10 സർബത്ത്. അപ്പൊ ജ്യൂസ് കടയായിട്ട് ബന്ധം. അപ്പൊ അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്തത്. പക്ഷെ അത് നല്ല കണക്ഷൻ ആയിരുന്നു കേട്ടോ. ഈ സോഡാ സർബത്ത് ചോര കൊണ്ടാണ് അടിച്ചതെങ്കിലും ഈ സാധനം ഓക്കെ ആയിരുന്നു. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ഇലൂമിനാറ്റിയെ കുറിച്ച് ഇപ്പോ കരിയിൽ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരു വിമർശനം പറഞ്ഞിട്ടുണ്ട്. ഇലൂമിനാറ്റി നിങ്ങൾ പാടരുത്, ക്രിസ്ത്യാനികൾക്ക് ആപത്താണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ 2-3 നമ്മളെ ഈ കാലഘട്ടത്തിലെ സിനിമകളെ കുറിച്ചും പുള്ളി പറയുന്നുണ്ട്. ഇപ്പൊ പ്രേമലുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ആവേശത്തെ കുറിച്ച് പറയുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് പോലും പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ 3ലും അതിൽ പ്രധാനമായിട്ട് കുടിയാണുള്ളത്. കുടിച്ച് ഛർദ്ദിച്ചാണ് മഞ്ഞുമേൽ ബോയ്സ് യാത്ര ചെയ്യുന്നത്. അതേപോലെ ആവേശത്തിൽ കുടിയും പിന്നെ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ പഠിത്തമൊന്നുമില്ല, പഠിക്കുന്ന പിള്ളേരെയൊന്നും കാണാൻ പറ്റില്ല എന്ന്
അച്ഛൻ പറയുന്നുണ്ട്. ഒപ്പം നിങ്ങൾ ഇലുമിനാറ്റി വെച്ചിട്ടുണ്ട്. ഇലുമിനാറ്റി കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ എങ്ങനെ നമ്മൾ പറയും? അദ്ദേഹത്തോടും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടിയും പറയണം, ആ പാട്ട് ഇലുമിനാറ്റിയെ പറ്റിയുള്ള പാട്ടല്ല, പാട്ട് രംഗണ്ണനെ പറ്റിയുള്ള ഒരു പാട്ടാണ്. ഇപ്പൊ മൈനയെ പറ്റിയുള്ള പാട്ടല്ലല്ലോ, ആ നായികയെ പറ്റിയുള്ള പാട്ട് എന്ന് പറയുന്ന പോലെ അണ്ണനെ എക്സാജറേറ്റ് ചെയ്ത് വിളിക്കുന്ന ഒരു വാക്ക് മാത്രമാണ് ഇലുമിനാറ്റി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഈ നമ്മൾ എന്നുള്ള സിനിമയിലെ, അന്ന് വളരെ ഹിറ്റായ പാട്ടാണ്, എൻ കേരളയിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. രാക്ഷസി എന്നാണ് ആ പാട്ടിന്റെ പേര്. അപ്പോൾ രാക്ഷസമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പാട്ടോ അല്ലെങ്കിൽ രാക്ഷസിയെ പറ്റി പറയുന്ന പാട്ടൊന്നുമില്ല, നായികനെ കളിയാക്കി നായകന്മാരെ വിളിക്കുന്ന ഒരു പാട്ട്. അതുപോലെ ഉള്ളൂ ഇത്. ലൈറ്റ് ആയിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാൻ ക്രിസ്തീയ സഭയ്ക്കൊന്നും എതിരല്ല, കാരണം ക്രിസ്മസ് ആകുമ്പോൾ അറിയാം ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായാണ് അടിപൊളി ഒരു അതെ ക്രിസ്ത്യൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന കരോളായിട്ട് പാടുന്ന പാട്ടാണ്. അപ്പൊ അത് എഴുതിയ ഒരാളെന്ന രീതിയിൽ ഇതാണ് അതിന്റെ ഒരു സെൻസ്, ആ ഫൺ സെൻസ്. പിന്നെ സിനിമകളുടെ കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയണം, അദ്ദേഹം പറഞ്ഞതിനോട് പറയുകയാണെങ്കിൽ ആ സിനിമകൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ സിനിമകൾ എന്താണ് അൾട്ടിമേറ്റ്ലി തരുന്ന മെസ്സേജ്, പോസിറ്റീവാണ് നെഗറ്റീവാണ്. ഇപ്പൊ ആവേശത്തിന്റെ അവസാനം എന്താണ് സംഭവിക്കുന്നത്, ഇവർ പഠിക്കാൻ പോകുന്നതും ഇവർക്ക് ഫുൾ മാർക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ചൂരലും എടുത്ത് നിൽക്കുന്ന രംഗണ്ണനിലാണ് ആ സിനിമ തീരുന്നത്. മഞ്ഞുമൽ ബോയ്സിൽ ഇങ്ങനെ അനധികൃതമായൊരു സ്ഥലത്ത് അത് നടന്ന കാര്യമാണ്. അങ്ങനെ അവരെന്ത് ദുരന്തമാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായി. എന്നാൽ അതിൽ ഒരാളുടെ മനസ്സിലെ നന്മയാണ് മറ്റൊരു ജീവൻ രക്ഷിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകൾ ഈ സിനിമകൾ നൽകുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില വാക്കുകൾ അങ്ങനെ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ്. അല്ലാതെ മല്ലൂമിനാറ്റി രംഗണ്ണനാണ്, മല്ലൂമിനാറ്റിയാണ്. അത് നല്ലതാണ്, അത് പോട്ടെ. അതേപോലെ ആ ഗപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് ഭയങ്കര രസമുള്ള ഒരു സാധനമാണ്. ഈ കരോളിന്റെ മ്യൂസിക്കിനെ ശരിക്കും നമ്മൾ ചില സമയത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നും. ഈ ക്രിസ്മസിന് നമ്മൾ പാടുന്ന പാട്ടുകൾക്കൊക്കെ അതിൻ്റെ ചില നിർത്തിയിട്ട് തുടങ്ങുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ ഗബ്രിയേലിൽ അത് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാ പരുവപ്പെട്ടത്? അങ്ങനെ തന്നെ ഒരു പാട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു? അങ്ങനെ തന്നെ, അത് ഒരു സിനിമാ പാട്ട് പോലെ തോന്നരുത്. സിനിമയ്ക്കുള്ളിൽ കേൾക്കുകയാണെങ്കിലും ശരിക്കും വഴിയിൽ കൂടെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരു കരോള് പോയാൽ എങ്ങനെയായിരിക്കും അത് സൗണ്ട് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് തന്നെയായിരുന്നു ജോണേട്ടൻ്റെ ഒരു ഐഡിയ. അപ്പൊ അങ്ങനെ തന്നെ ഒരു ട്യൂണ്, അത് വഴി കൂടെ പോകുന്ന കരോൾ സംഘത്തിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വായിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെ തോന്നിക്കുന്ന ഉപകരണങ്ങൾ വെച്ചുകൊണ്ടൊരു സൗണ്ടിങ്ങിലൊക്കെയാണ് എനിക്ക് ട്യൂൺ അയച്ചു തരുമായിരുന്നു. ട്യൂണിന് വേണ്ടി എഴുതുന്നത്. അപ്പോൾ എനിക്കൊരു പുതിയ വാക്കിൽ തുടങ്ങണം എന്നുണ്ടായിരുന്നു. കരോളിൽ എന്തായാലും തിരുപ്പിറവിയെ പറ്റിയൊക്കെയല്ലേ എഴുതാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഗബ്രിയേൽ മാലാഖ വന്നിട്ട് ഈ പറയുന്നതും അതനുസരിച്ച് പിന്നീട് യേശുക്രിസ്തു ജനിക്കുന്നതും പെട്ടെന്ന് ഓർമ്മ വരികയും അങ്ങനെ ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവ്വലോകർക്കും നന്മയേകും കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിലൊരു ആരോമൽ ഉണ്ണി പിറന്നല്ലോ. അതെ, പിന്നെ വിണ്ണിൽ താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയായി ആഘോഷമുണരു. അങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ട്. പിന്നെ അതിന്റെ അനുബലവിൽ പക്ഷെ കുറച്ച് ഡീപ്പായിട്ട് ഒന്ന് കണ്ണ് നനയിക്കുന്ന പോലത്തെ ഒരു ഏരിയയും വരും. അവിടെ ഡിവോഷൻ ഹൈറ്റിലോട്ട് എത്തും, പിന്നെ വീണ്ടും ഈ ലൈറ്റർ നോട്ടിലോട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു പരീക്ഷണമാണ് ശരിക്കും ആ പാട്ട്. സിനിമയിലും അവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നതും ടിപ്പിക്കലി കരോളും അല്ലെങ്കിൽ ഒരു ഭക്തിഗാനമോ ഒന്നും പിക്ചറൈസ് ചെയ്യുന്ന രീതിയിലല്ല ജോണേട്ടൻ ചെയ്തിരിക്കുന്നത്. പാടിപ്പിച്ചതും മലയാളി പോലും അല്ലാത്ത ആന്റണി ദാസനെ കൊണ്ടാണ് അത് പാടിപ്പിച്ചത്. അങ്ങനെ അത്തരത്തിലൊരു പരീക്ഷണമായിരുന്നു, അത് വിജയിച്ചു. ഈ ആദരാഞ്ജലി നേരുക അതൊരു പാട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ആശയമാണ്. ഇലുമിനാറ്റി അത്ര വൈഡ് ആയിട്ടുള്ള ആശയമല്ല ഒരുപക്ഷെ ആദരാഞ്ജലി പോലെ. ഒരുപക്ഷെ ആദരാഞ്ജലി ആയിരിക്കാം എല്ലാവർക്കും ഈ ഇലുമിനാറ്റിയെ കുറിച്ച് പറയുമ്പോൾ സുഷിനും ഒക്കെ സംബന്ധിച്ചത് ഈ ആദരാഞ്ജലിയുടെ മുൻ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ഹിറ്റായതാണ് ആദരാഞ്ജലി. അത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് കോൺട്രാസ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബുദ്ധിയുണ്ടോ? ബുദ്ധിയല്ല, നമ്മളിത് ഇപ്പൊ 2012 ചെയ്യാൻ തുടങ്ങിയത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മൾ പഠിക്കണ്ടേ, കുറച്ച് അടവുകളൊക്കെ പഠിക്കണ്ടേ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹിറ്റ് ജനിക്കണമെങ്കിൽ അതിലൊരു പുതുമ മാത്രം പോരാ, പകുതി പുതുമയും പകുതി അതിലൊരു എവിടെയോ ഒരു ഫെമിലിയാരിറ്റി, ഒരു ആസ്പെക്റ്റും വേണം. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയാത്തൊരു രീതിയിൽ പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു ഹിറ്റ് ജനിക്കുന്നത്. അപ്പൊ ആദരാഞ്ജലി എന്നുള്ള വാക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കും പത്രത്തിൽ കാണലും അല്ലെങ്കിൽ ആരെങ്കിലും അനുശോചനം അറിയിക്കുമ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ ആരെങ്കിലും മരിച്ചു പോയാലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു വാക്കാണ്. പക്ഷെ അത് പ്രേതങ്ങൾ മനുഷ്യനോട് പാടുന്നതാണ് ആ സിനിമയിൽ. അപ്പൊ നമ്മൾ ഒരുപാട് ചെയ്തു, പ്രേതത്തെ ഒരുപാട് വെറുപ്പിച്ചു. പ്രേതത്തെ നമ്മൾ കാരണം പ്രേതത്തിന് പൊറുതിമുട്ടി. അങ്ങനെ ക്ഷമ നശിച്ചൊരു പ്രേതം തിരിച്ചു പറയുകയാണ്, ഞാൻ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അവസാനം നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ എന്നൊരു ഫണ്ണി സിറ്റുവേഷനിൽ
അത് പക്ഷെ അവർക്ക് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. ജിത്തു മാധവൻ ഡയറക്ടർക്കാണെങ്കിലും സുഷിനാണെങ്കിലും അതിന് മുമ്പ് 1-2 ആ വരിക്ക് ആ ഒരു പർട്ടിക്കുലർ ലൈന് വേറെ 1-2 ഓപ്ഷൻ എഴുതി, അതൊന്നും തൃപ്തി കിട്ടിയില്ല. പക്ഷെ ഈ ആദരാഞ്ജലി വന്നപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇൻസ്റ്റന്റ്ലി ഇത് ഹിറ്റാവും എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണ് ശരിക്കും ആ പാട്ട് ആ സിനിമയുടെ ട്രെയിലറിന് വേണ്ടി മാത്രം ചെയ്തതാണ്. രോമാഞ്ചത്തിൽ 2 പാട്ടേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, തലതെറിച്ചവർ എന്നുള്ള പാട്ടും പിന്നെ ആത്മാവൈഭവം എന്ന് പറഞ്ഞ പാട്ടും. പിന്നീട് ട്രെയിലർ ചെയ്തപ്പോൾ ട്രെയിലറിൽ ഒരു പാട്ട് വേണം, അപ്പൊ അങ്ങനെ ചെയ്തതാണ് ആദരാഞ്ജലി. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ടായി മാറിയത് കൊണ്ട് പിന്നെ അത് പ്രൊമോ സോങ് ആയിട്ട് ഉപയോഗിച്ചു, സിനിമയുടെ ക്ലൈമാക്സിനും ഉപയോഗിച്ചു. അങ്ങനെയാണ് അതിന്റെ ഒരു ആ പാട്ടിന്റെ തലവര മാറിയത്. അതെ 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 അതെ. ഈ ആത്മാവേ ഒരു പക്ഷെ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും, കാരണം അത് അങ്ങനെ ഒരു കഥയാണല്ലോ. അപ്പൊ അത് തോട്ടിലേക്ക് വരും. പക്ഷെ ഈ ആദരാഞ്ജലി വന്ന തോട്ടോ 1-1.5 തോട്ടാണ് കേട്ടോ. നമ്മൾ വിചാരിച്ച ചില ദിവസങ്ങളിൽ നമുക്കത് വരില്ല, ചില ദിവസങ്ങളിൽ ആരോ നമുക്ക് നമ്മുടെ തലയിൽ ആ ബൾബ് കത്തിക്കും. ബൾബിന്റെ സ്വിച്ച് എവിടെ ഇരിക്കാന്ന് എനിക്കറിയില്ല, ആരാണ് ഈ സ്വിച്ച് ഓൺ ആക്കുന്ന അറിയില്ല. അതുപോലെ നമ്മുടെ തലയിൽ കത്തിയാലേ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതേപോലെയാണ് ആവേശത്തില് മാതാപിതാക്കളെ മാതാപിതാക്കളോട് മാപ്പ് പറഞ്ഞിട്ട് തുടങ്ങുകയാണ് തോന്നിയാസങ്ങൾ. പക്ഷെ ആ തോന്നിയാസത്തിന് ഇടയ്ക്കും ചില കാര്യങ്ങൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള എഴുത്തും അതിനകത്തുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആശങ്ക എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു രീതിയിൽ ഇത് എടുക്കുന്നവർക്ക് എടുക്കാം. പക്ഷെ ആ വരികളിൽ തന്നെ ഇതൊരു തോന്നിയാസമാണെന്നും ചിലർക്ക് ഇതൊരു ഹാസ്യമാണെന്നും ഇതൊരു ആഭാസമാണെന്നും ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിതൊരു ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പം വിനായകൻ ചെയ്യാനുള്ള ചെയ്തു, പക്ഷെ ഇതെല്ലാവരും ഇങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. അതിൽ കൃത്യമായിട്ട് പറഞ്ഞത് വഴി തെറ്റലാണെന്നുള്ളത്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇത് എൻ പാത എൻ അധികാരം, വഴി തെറ്റാനുമുണ്ട് അവകാശം. ശരിയായ വഴിയാണെന്ന് പാട്ടിൽ പറയുന്നില്ല, വഴി തെറ്റായ വഴി തന്നെയാണ് എന്നാ പറയുന്നത്. സുഖ സന്തോഷമാണ് പ്രധാനം. ഇപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് വേറെ സ്വപ്നങ്ങൾ, അതായത് 10-18 വർഷത്തോളം വീട്ടിൽ ജീവിച്ചു, അച്ഛനമ്മമാര് പറഞ്ഞിട്ട് ചിലപ്പോൾ 20 വർഷം ജീവിച്ചാണ്. ആദ്യമായിട്ട് മറ്റൊരു സിറ്റിയിൽ പോയി ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുന്നു, എന്നിട്ട് അച്ഛനമ്മമാര് തിരിച്ചു പോകുന്നു. ഈ തലതെറിച്ച പിള്ളേർ പഠിക്കത്തോക്കെ പിന്നെ അവർ അവസാനം പഠിക്കുന്നിടത്താണ് പടം തീരുന്നത്. പക്ഷെ തുടക്കത്തിൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ എങ്ങോട്ട് ഇപ്പോൾ ഒരു പട്ടിയെ നമ്മൾ ഒരുപാട് കാലം കെട്ടിയിട്ടെ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പട്ടിയെ ഒരുപാട് കാലം കെട്ടിയിട്ട് പെട്ടെന്നൊന്നും തുറന്നു വിട്ടാൽ അത് വട്ടി പിടിച്ച് എങ്ങോട്ടൊക്കെയോ ഓടും. നമ്മുടെ വീട്ടിന്റെ പറമ്പൊക്കെ ചിലപ്പോൾ ചാടും അത് പറ്റുമെങ്കിൽ. അത്രയും ഭ്രാന്ത് പിടിച്ച് പെട്ടെന്ന് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിൽ ഓടും. അപ്പോൾ ഇത്രയും കാലം വീട്ടിലായിരുന്നു, പെട്ടെന്ന് പുറത്ത് ഒരു സിറ്റി പഠിക്കാൻ പോയി, ഇനി കുറച്ചു കാലം വഴി തെറ്റിയിട്ട് തിരിച്ച് നല്ല വഴിയിലേക്ക് വരാം എന്ന് പറയാൻ വേണ്ടി അതൊരു അപരാധമായത് കൊണ്ടാണ് ആദ്യമേ മാപ്പ് ചോദിക്കുന്നത്. അതൊരു നല്ല സന്ദേശവും, അത് നല്ല സന്ദേശമൊന്നും വേറെ ഒന്നും എടുക്കരുത്, നല്ലത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ ജാടപ്പാട്ട് വൻ ഹിറ്റാണ്. അത് പച്ചയായ ജാട പുച്ഛമാണ് പോടാ എന്ന് പറയുന്നുണ്ട്. അത് എല്ലാം വന്നാലേ അതിനകത്ത് ഒരു റാപ്പ് സ്വഭാവത്തിൽ പാടുമ്പോൾ റാപ്പേഴ്സ് പലപ്പോഴും ഈ ചില ചീത്ത വാക്കുകൾക്ക് ഉപയോഗിക്കുന്നത് മാതിരി അതിൻ്റെ ഒരു ടെമ്പോ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവർക്കൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ ചില നല്ല റാപ്പേഴ്സ് പോലും ഇപ്പോൾ അരയിൽ ഇരുമ്പിരിപ്പുണ്ട് പക്ഷെ മനസ്സിൽ തുരുമ്പില്ല എന്ന് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അരയിൽ ഇരുമ്പ് വെക്കുന്ന ഒരു പരിപാടി ആക്ച്വലി നല്ല പരിപാടിയല്ല. തുരുമ്പില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അത്തരം ബിംബം ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ആശങ്കയുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന അത് വേടന്റെ പാട്ടിലാണ്. അപ്പം റാപ്പേഴ്സ് അത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ആശങ്ക വരാറുണ്ട്. അപ്പൊ ജാട, പച്ചയായ ജാട പുച്ഛമാണ് പോടാ, അത് ഭയങ്കര രസമുണ്ട്. വീണ് കിടക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടവരൊക്കെ ദേ വന്നു നിന്നോ, ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിലെവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരാറുണ്ടോ ഈ പറയുന്ന രീതിയിൽ? നെഗറ്റീവ് ആസ്പെക്ട് ഒരിക്കലും മനഃപൂർവ്വം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കഥാപാത്രത്തിന് ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നുകയാണെങ്കിൽ പറയും. പക്ഷെ അതിന്റെ ഒരു കൗണ്ടർ ആ സിനിമയിൽ തന്നെ പിന്നീടുള്ള സീനുകളിൽ ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ ജാടയിൽ അങ്ങനെ ഏതെങ്കിലും നല്ലവന്റെ ജാട എന്ന് പറഞ്ഞൊരു വരി അതിനുശേഷം വരുന്നുണ്ട്. നല്ലവന്റെ ജാടപ്പാട്ടാണ് അത്. നെഗറ്റീവായിട്ട് ജാട എന്നുള്ള വാക്ക് എടുക്കരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് നല്ലവന്റെ ജാട എന്ന് എഴുതിയത്. അതിനകത്ത് ഞാൻ ഈ ശ്രദ്ധിച്ചൊരു വരി എന്ന് പറയുന്ന വലിയവർക്ക് പോലും ഇപ്പൊ ദുഃഖമാന്ന് പറയുന്ന സാധനം പറയുന്ന സമയത്ത് ആ മറ്റേ കുട്ടിയും കൂട്ടരുമാണ് എതിരെ വരുന്നത് സിനിമയിൽ. സീനിയേഴ്സ് അത് ഭയങ്കര സിങ്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ എഡിറ്റിംഗിൽ സീന് കണ്ടിട്ട് എഴുതിയ പാട്ടാണ്. സീന് കണ്ടിട്ട് ഓരോ ഷോട്ടും കണ്ടിട്ടാണ് ഈ സിനിമയിലെ പാട്ടുകൾ മിക്കതും എഴുതുന്നത്. അപ്പം അതിനകത്ത് പിന്നെ ഉള്ളത് ഈ പറയുന്ന കുലീനരെ, ഉദാത്തരെ, കുറ്റത്തോഴരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കുലീനരെ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ സാമർത്ഥ്യം എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര മനോഹരമായ വാക്കായിരുന്നു. പക്ഷെ ഇന്ന് അത് ഉപയോഗിക്കുന്നത് വേറൊരു ടെക്നിക്ക് കളിക്കുന്ന ആൾക്കാരെ, ട്രിക്ക് കളിക്കുന്ന ആൾക്കാരെ, സാമർത്ഥ്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിക്കി ആയിട്ടുള്ള മനുഷ്യനാണ്. അതേപോലെ
വിനായക കുലീനരെ ഉദാത്തരെ ഉപയോഗിച്ചിരിക്കുന്നത് സർക്കാസ്റ്റിക് ആയിട്ടാണ്. അതെ, അത് അങ്ങനെ തന്നെ വായിക്കാൻ ആ പാട്ടിന് പറ്റുന്നുണ്ട്. അപ്പം വിനായക ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. 1-2 വാക്കുകളെ ശരിക്കും നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതിന് തീർത്തും അപ്രസക്തമായി. ഇനി ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ ഭാഷയിൽ? ശരിക്കും കുലീനരെ നമ്മൾ ഇനി പറഞ്ഞാൽ അതിനൊരു അർത്ഥം കിട്ടുമോ? എനിക്കറിയില്ല, ഒറ്റ പാട്ട് കൊണ്ടത് മാറുമെന്ന് അറിയില്ല. ഇപ്പൊ കുലസ്ത്രീ എന്ന് പറയുന്ന വാക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പൊ അത് എങ്ങനെയാണോ പോപ്പുലർ ആവുന്നത് എനിക്ക് തോന്നുന്നു അതനുസരിച്ചായിരിക്കും പിന്നീട് ഇപ്പൊ തള്ളു എന്നുള്ള വാക്കിന്റെ അർത്ഥം മാറിയില്ലേ, എന്നൊക്കെ പറഞ്ഞ പോലെ ഭാവിയിൽ ആ വാക്കിന്റെ അർത്ഥം എങ്ങനെ മാറുന്നു എന്നുള്ളത് എന്റെ തലവേദനയല്ല. ഈ പാട്ടിലെ അർത്ഥം സർക്കാസം ആവുന്നുണ്ടോ? കുലീനരും ഉദാത്തരുമാണെന്ന് സ്വയം വിചാരിക്കുന്നവരെ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അവരൊന്നും അങ്ങനെ അല്ല സത്യത്തിൽ. ഉറ്റ തോഴരെ എന്ന് വിചാരിക്കുന്നതും അത് പറയുന്നത് സർക്കാസമാണ്. ഫ്രണ്ട്സായിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാർ, എന്നാൽ നിങ്ങൾ ശരിക്കും സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു എന്റെ എന്ന് സംശയമുള്ളവരെയാണ് വിളിക്കുന്നത്. അങ്ങനെ ശുദ്ധരായ മർത്യരെ എന്ന് പറയുന്നതും അല്ല, അവരവരുടെ വിചാരമാണ്. അത് കഴിഞ്ഞിട്ടാണ് മാറ്ററിലോട്ട് വരുന്നത്. താഴെ വീണ കണ്ട് പല്ലിളിച്ച കൂട്ടരെ, അപ്പോൾ അവിടെ ഡയറക്റ്റ് ആയി. അപ്പൊ അവർക്കൊക്കെ ഉള്ളൊരു മറുപടി പോലെയാണ് ഈ പാട്ട്. ചില സ്വതന്ത്ര സംഗീതത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ആവിഷ്കാരമാണ് ഇപ്പോൾ വിനായകൻ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് സിനിമയിൽ നടക്കില്ലായിരുന്നു. പൂവും ചന്ദ്രികയും പൂക്കളങ്ങളും പിന്നെ ഈ നമ്മൾ മാനത്ത് നോക്കി നിൽക്കലും ഒക്കെ ആയിരുന്നു, നിലാവും ഒക്കെ ആയിരുന്നു നമ്മുടെ പ്രശ്നം. എഴുതിയിട്ടുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ പക്ഷേ എങ്കിലും ഈ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യും. ഇപ്പോൾ വിനായകൻ മാത്രമല്ല, ഇപ്പോൾ മോസിൻ പെരാരി എഴുതുന്ന സമയത്തും സുഹൈൽ കോയ എഴുതുന്ന സമയത്തും ഒക്കെ ആധുനികതയെ കുറച്ചുകൂടെ ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പഴയ ചന്ദ്രിക നോട്ടം മാത്രമല്ല സിനിമ എന്നുള്ള രീതിയിൽ സിനിമയും മാറിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നുണ്ട്. ആ ഏരിയ ശരിക്കും നിങ്ങളൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മനഃപൂർവ്വം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കുന്നില്ലേ? ഉറപ്പായും അത് എല്ലാ സിനിമയിലും പറ്റാറുമില്ല. ഇത്തരത്തിൽ ഒരു ആവേശം പോലൊരു സിനിമ വരുമ്പോൾ, അല്ലെങ്കിൽ രോമാഞ്ചം പോലൊരു സിനിമ വരുമ്പോൾ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. നമ്മളൊരു വർഷം ഒരു 20 എത്രയോ നമ്പർ ഓഫ് ഫിലിം ചെയ്താൽ അതിൽ ചിലപ്പോൾ 1-2 സിനിമയിൽ ചിലപ്പോൾ മലയാളത്തിൽ ഇത്തരത്തിലൊരു പാട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ വീണ് കിട്ടുന്ന ഒരു അവസരം ഉപയോഗിക്കുന്നേ ഉള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നൊക്കെ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ പോലും മനസ്സിലാക്കുമല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ പുതിയ തലമുറയിലെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെ തരം വാക്കുകളാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ട്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ്ലി ഇതാണല്ലോ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനസ്സിലാവുന്ന വാക്കുകൾ തിരിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാട്ട് കുറച്ചുകൂടെ ജനകീയമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ 2 പേര് ശരിക്കും ഹൈപ്പ് തരുന്ന 2 പേരെന്ന് പറയുന്നത് സുഷിൻ ശ്യാം, അതേപോലെ തന്നെ ശ്രീനാഥ് ഭാസി. ഈ 2 പേരും ഇപ്പോഴത്തെ ഈ പറയുന്ന ട്രെൻഡ് സെറ്റിങ്ങിൽ വിനായകനെ സഹായിച്ചവരാണ്. ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? ഇപ്പൊ ഞാനും സുഷിനും ഭാസിയും വർക്ക് ചെയ്ത പാട്ടുകൾ വരത്തനിലെ, ഇപ്പൊ ഭീഷ്മപർവത്തിലെ, ഇപ്പൊ ഇതിലെ, ഈ 3 സമയത്തും സുഷിനും ഞാനും ഡയറക്ടറും കൂടി ഇരുന്നിട്ടാണ് പാട്ടുകൾ ചെയ്യുന്നത്. പിന്നെ ഇത് ആരെ കൊണ്ട് പാടിക്കണം എന്നൊരു പാട്ട് തീർന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനാരെ കൊണ്ട് പാടിക്കണം എന്നുള്ളൊരു ഡിസിഷൻ അവിടെ വരുന്നത്. അപ്പോൾ ജാട ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. ബാസി മതി എന്നുള്ളത്. ബാസി പാടുമ്പോൾ ബാസിയുടെ ഒരു ഇൻഡിപെൻഡന്റ് വർക്ക് പോലെ ശരിക്കും ജാട തോന്നും, നമ്മുടെ ഒരു പാട്ട് പോലെ തോന്നില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ സുഷിനും ഞാനും തമ്മിൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ഒരു ഗിവ് ആൻഡ് ടേക്ക് രീതിയിലാണ്. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ആദ്യം ഒരു വാക്ക് പറയും, സുഷിൻ ആ വാക്ക് കൊണ്ട് കമ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കമ്പോസ് ചെയ്യും. ചിലപ്പോൾ ആ വാക്ക് കമ്പോസ് ചെയ്യുന്ന കൂട്ടത്തിൽ അടുത്ത 2 വരിയും കൂടെ സുഷിൻ കമ്പോസ് ചെയ്യും. ആ ഈണത്തിന് ഞാൻ വരി എഴുതും. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സിലാണ് ഈ ആവേശത്തിലെ പാട്ടും അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡിലെ പാട്ട്, ഈ അവസാനം ചെയ്ത കുറച്ച് സിനിമകളിലെ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 പേർക്കും ഒരേ സമയത്ത് ഒരു കാര്യം എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയാലല്ലേ. ഈ ജിത്തു ഉള്ളപ്പോൾ കറക്റ്റാണ്, ഒരു 3 നല്ലൊരു നമ്പറാണ്. 3 പേരിയ്ക്കുമ്പോൾ 2 പേരുടെ മെജോറിറ്റി ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാവും. ചില കാര്യങ്ങൾ ഞാനും ജിത്തു സമ്മതിക്കും, സുഷിനെ നമ്മൾ കൺവിൻസ് ചെയ്യും. ചില കാര്യങ്ങൾ ഇവർ 2 പേരും ഒന്നിക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് കറക്ഷൻ പറയും. ചിലപ്പോൾ ഞാനും സുഷിനും നമുക്ക് 2 പേർക്ക് ഒരേ ബൾബ് കത്തും, ജിത്തു സെയിം പേജിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു പ്രോസസ്സ് ഈ പാട്ടുകളിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പോപ്പുലാരിറ്റി, ബാസിയുടെ ഒക്കെ പോപ്പുലാരിറ്റി നമുക്കറിയാലോ. അതെല്ലാം ഉറപ്പായിട്ട് ഈ പാട്ടിന്റെ പരദീസയുടെ ആണെങ്കിലും ജാഡയുടെ ആണെങ്കിലും ഒക്കെ ഒരു മൈലേജിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, ഇത് 3 വാക്കുകൾ 3 സ്ഥലത്തു നിന്നാണ് കേട്ടോ. എന്നിട്ട് അവസാനം പറയുന്നത് എന്നാലും നാട്ടാരെ ഈ നാട്ടിൽ ഞാൻ രാജ എന്ന് പറയുന്ന ഒരു സാധനം വരുന്നുണ്ട്. ഇതൊരാശയം വരാൻ കുറച്ച് പാടുള്ള സാധനമാണ്. ഈ 3 സാധനങ്ങൾ എങ്ങനെയാ ഒരുമിച്ച് വന്നത്? ഈ ആശയം എങ്ങനെയാ വന്നത്? ഇത് ശരിക്കും ട്യൂണ് തന്നു. ഈ
ഇതാണ് ട്യൂൺ. അപ്പൊ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് വിഷ്ണു ചേട്ടന്റെ വീട്ടിലിരിക്കുക. അപ്പൊ ജോണേട്ടൻ ഫോൺ വഴി അവനെ കൊണ്ട് എഴുതിക്ക് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ചേട്ടനോട് പറഞ്ഞ് അങ്ങനെ ഞാനപ്പോ ഈ അമ്പിളി എന്നുള്ള കഥാപാത്രം വളരെ നിഷ്കളങ്കനായ ഒരു കഥാപാത്രമാണ്. അപ്പൊ ഇയാൾക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പൊ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തയൊന്നും ഇയാൾക്കില്ല. ഇയാൾ പരിസരം മറന്ന് ആഘോഷിക്കുന്നു, പാടുന്നു എന്നൊരു സിറ്റുവേഷനാണ്. അപ്പൊ ആദ്യം ഞാൻ 2-3 ഫസ്റ്റ് ലൈനിന് 2-3 ഓപ്ഷൻ എഴുതി. ഒരു ഓപ്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കാട്ടുകുരുവി കൂട്ടുവരുമോ പാട്ട് തരുമോ, ഒരു ഓപ്ഷൻ, ഇങ്ങനൊരു ഓപ്ഷൻ. അയാൾ ഈ കുരുവിയോടും ഒക്കെ സല്ലപിക്കുന്നത്, അങ്ങനെ അത് കുട്ടിയുടെ മനസ്സുള്ള ആൾ. അപ്പൊ അങ്ങനെയൊക്കെ പോയിട്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു. പെട്ടെന്നാണ് ഈ നാട്ടുകാരുടെ മുമ്പിലാണ് ഇയാൾ ഡാൻസ് മുഴുവൻ കളിക്കുന്നത്. അപ്പൊ ഇയാളെ ചിലർ നിഷ്കളങ്കമായി സ്നേഹിക്കുന്നുണ്ട്, ചിലർ കളിയാക്കുന്നുണ്ട് ഈ കഥാപാത്രത്തിന്. അപ്പോൾ അവരുടെ മുമ്പിൽ ഇയാൾ എന്താണ് എന്നൊക്കെയുള്ളത് ആലോചിച്ചിട്ട് ചുമ്മാ എങ്ങനെയോ ഇത് ഏത് സമയത്താണ് ഈ ട്യൂൺ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ ചെവിയിൽ പ്ലേ ചെയ്ത് കേൾക്കുമല്ലോ സ്പീക്കറിൽ. അപ്പൊ ഞാൻ അത് കറക്റ്റായി. അപ്പൊ ഞാൻ ആരാ, ഞാൻ ഇന്നയാളാണെന്ന് പറഞ്ഞാൽ അത് മാറും. ഇയാളങ്ങനെ പറയുന്ന ഒരാളല്ല. അപ്പൊ ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ഞാൻ ആദ്യം എഴുതിയത് ചാപ്ലിൻ അല്ലടാ. ചാപ്ലിൻ പാടി ഒപ്പിക്കാൻ ഇത്തിരി പാടാണ്. കാരണം രണ്ടാമത്തെ വരി ഞാൻ എഴുതിയത് ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ചാപ്ലിൻ അല്ലടാ, ഞാൻ ചീട്ടുകെട്ടിലെ ജോക്കർ അല്ലടാ, ജാക്കും അല്ലടാ, എന്നാലും നാട്ടുകാരെ ഈ നാട്ടിൽ ഞാൻ രാജ എന്ന് പറഞ്ഞാൽ പോയി. അപ്പൊ ഈ ചാപ്ലിൻ പാടി ഒപ്പിക്കാൻ ഇത്തിരി പാടാം. അപ്പൊ വിഷ്ണു ചേട്ടന്റെ ഐഡിയ ആയിരുന്നു, എടാ മൂൺ വാക്ക് എന്നുള്ള ട്യൂണിന് ചേരും. അപ്പൊ രണ്ടാമത്തെ ഒരു മൂൺ വാക്ക്, കാരണം ജാക്സണിലാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ജോക്കർ എടുത്ത് മേളിലിട്ടിട്ട് ഞാൻ ജാക്സൺ അല്ലടാ, ന്യൂട്ടൺ അല്ലടാ, ജോക്കർ അല്ലടാ, മൂൺ വാക്കുമില്ലടാ, സ്റ്റാറും അല്ലടാ. അത് കഴിഞ്ഞ് വേറെന്തോ എഴുതി, വിഷ്ണുവേട്ട കോൺട്രിബ്യൂഷൻ, എടാ ഞാൻ മൂൺ വാക്കുമില്ലടാ, സ്റ്റാറും അല്ലടാ, ഒന്നുമല്ലടാ. ശരി, എന്നാ ഒന്നുമല്ലടാ, എന്നാലും പറയണമെങ്കിൽ അതിനു മുമ്പ് ഞാൻ ഒന്നുമല്ല, എന്നാലും ഈ നാട്ടിൽ ഇന്ന് ഞാനാണ് ഈ സമയത്ത് രാജാവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നത്. അത് കൊള്ളാം. ഒന്നുമല്ലടാ എന്ന് വന്നപ്പോഴ് ഒന്നുമല്ല, പക്ഷെ എങ്കിലും ഈ നിമിഷം നിങ്ങളുടെയൊക്കെ മുമ്പിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഈ നാട്ടിൽ ഞാനാണ് രാജാവ്. കാരണം അയാൾ ഒരു മറ്റേ നവീൻ നസീം ചെയ്ത കഥാപാത്രം ഒരു അറിയപ്പെടുന്ന ഒരു സൈക്ലിസ്റ്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ് ഒരു റെക്കോർഡ് ഇട്ടിട്ട്. അപ്പൊ ഇയാൾക്ക് വേണ്ട വരവേൽപ്പ് ഉള്ള ഈ ഫംഗ്ഷൻ ഇദ്ദേഹം ഒറ്റയ്ക്ക് സെറ്റപ്പ് ചെയ്യാണ്, ഈ അമ്പിളി. അപ്പൊ അതിന്റെ എല്ലാ കാര്യക്കാരൻ ഞാനാണ് എന്ന രീതിക്കാണ് വരികൾ വരുന്നത്. അതിലുള്ള ആരാധികെ മഞ്ഞുതിരും വഴിയരികിൽ, അത് ഭയങ്കര രസമുള്ള സാധനമാണ്. ഈ പറഞ്ഞതുപോലെ മഞ്ഞും നിലാവും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അത് കുറച്ചുകൂടെ സുഖമാണല്ലേ അത് എഴുതുമ്പോൾ? ഇങ്ങനെ ഒരു ഈ തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളില്ലാതെ എഴുതി പോകാൻ പറ്റുമോ? ഏതാണ് കൂടുതൽ എളുപ്പമുള്ള ജോണർ? അങ്ങനെ എഴുതുന്ന അങ്ങനെയില്ല. കാരണം ഈ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്ത തമാശ കലർന്ന അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള ഫൺ പാട്ടുകളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിലാണ് എനിക്ക് എഴുതാൻ കിട്ടുന്നത്. ആദ്യമൊക്കെ ഈ ഇടക്കാലത്തൊക്കെ മെലഡി തന്നെയാണ് കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആരാധിക ശരിക്കും വിഷ്ണു ചേട്ടൻ കമ്പോസ് ചെയ്യുന്ന ട്യൂൺ, വിഷ്ണു വിജയ് കമ്പോസ് ചെയ്യുന്ന തനിയെ മിഴികൾ ഗപ്പിയിലെ പാട്ടാണെങ്കിൽ ഇതാണെങ്കിൽ പൊതുവെ കേൾക്കുന്ന ഒരു പല്ലവി അനുപല്ലവി ചരണം എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യുന്ന പാട്ടുകളുമല്ല. ട്യൂണ് ചിലപ്പോ ഒഴുകി വലിയൊരു ലെങ്തിലേക്ക് പോകും. വരികൾ മുറിയില്ല. ഒരു വരി മുറിയുന്നതിന് മുമ്പ് അടുത്ത വരി ഇങ്ങനെ ഒഴുകിപ്പോവും. മറ്റേ ഗപ്പിയിലെ പാട്ടിലാണെങ്കിൽ മറ്റേ ഇങ്ങനെ പോവുക. അപ്പൊ നമ്മള് ഈ നിരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാമിനി എന്നുമേ കുട നീർത്തിടാ തണലേകിടാ. അതുപോലെ ഇതിനകത്തും ആരാധികയുടെ അനുപല്ലവിയിലും മറ്റേ നിനക്കു തണലായി ഞാൻ, നിനക്ക് തുണയായി ഞാൻ, പല കനവുകൾ പകലിരവുകൾ, ആ ട്യൂണും ഇങ്ങനെ പോവാണ്, ഒരു ഒഴുകി പോവാണ്. അപ്പോൾ കട്ടപ്പനയിൽ പോയി ഈ മഞ്ഞുരുത്തിരും വഴി അരികെ എന്ന് പറയാൻ കാരണം കട്ടപ്പനയിൽ ആ സമയത്ത് മഴയും മഞ്ഞും ഒക്കെ ഉള്ള സമയത്താണ് ഞാൻ ചെന്ന് ഇറങ്ങുന്നത് ഈ പാട്ട് എഴുതാൻ. അപ്പോൾ വിഷ്ണു ചേട്ടൻ അടുത്ത ദിവസം എത്തുള്ളൂ. അപ്പോൾ ജോണേട്ടൻ വിളിച്ചിട്ട് പാട്ട് കേൾപ്പിച്ചു തരാം, പാട്ട് ട്യൂൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഒരു മുറി കയറ്റിയിട്ട് ഈ ട്യൂണ് പ്ലേ ചെയ്തിട്ട് ജോണേട്ടൻ പുറത്തു പോയി. ഞാനും ഈ മുറിയും ഈ വലിയ സ്പീക്കറൊക്കെ ഈ പാട്ടും. അപ്പൊ ഈ താനാനാനാന്ന് ഞാൻ പാടിയിരിക്കുന്നത്, ഈ തനനാണ് മൊത്തം. അപ്പൊ ഇതിൽ ഞാൻ കേട്ടങ്ങ് അലിഞ്ഞുപോയി ശരിക്കും. ഞാൻ ഒരു ട്യൂണ് കേട്ടിട്ട് ഒരു തവണ കേട്ടപ്പോൾ ഓക്കെ എന്തോ കൊള്ളാം, പക്ഷെ 2-3 തവണ ഈ പാട്ട് ഞാൻ കേട്ടപ്പോഴേക്കും വേറെ ഏതോ ഒരു ലോകത്തേക്ക് ഞാൻ പോയി, വരി എഴുതുന്നതിന് മുമ്പ് തന്നെ.
അപ്പം എനിക്ക് മനസ്സിലായി ഈ പാടിൻ്റെ വലിയൊരു സോളുണ്ട്, ഒരു ആത്മാവുണ്ട്. അതിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനെ ഏറ്റവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വരി എഴുതി കൊടുക്കുക. കാരണം ലവ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ഒരു പ്യുവറസ്റ്റ് ഫോമിലുള്ള ഒരു പാട്ടായി ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ എഴുതി മനസ്സിൽ ആദ്യം വരുന്ന ഒന്ന് ആ ഹുക്കിലെ എൻ്റെ നെഞ്ചാകെ നീയല്ലേ, അത് മനസ്സിലാദ്യമേ വന്നു, ആലോചിക്കാതെ തന്നെ വന്നു ആ ട്യൂണ് കേട്ടപ്പോൾ. മറ്റേത് പിടയുന്നൊരിൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രണ്ടു തവണ പാടിയാൽ മതി. അപ്പോൾ അല്ല, വിഷ്ണു ചേട്ടൻ അടുത്ത ദിവസം വന്നു, അതിന് റിപ്പീറ്റിൽ ഒരു റിപ്പീറ്റ് പാടുമ്പോൾ വേറെ വരി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിടയുന്നതിൻ്റെ രീതിയിൽ രണ്ടു തവണ പാടിയാൽ പോരെ. ഇല്ലടാ, അത് വേറെ, അവൾക്ക് തിരിച്ചു പാടാൻ എന്തെങ്കിലും വരി. അപ്പം അങ്ങനെയാണ് മിഴിനീര് പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി എന്നുള്ള വരി. അത് അങ്ങനെ വിഷ്ണുയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ വരി വരില്ല, ഇത് തന്നെ രണ്ടോടെ പാടിപ്പോയനെ. അപ്പം അത് മറ്റൊരു ഫേവറേറ്റ് വരിയാണ് പൊതുവെ എല്ലാവർക്കും, എനിക്കും. മിഴിനീരു പെയ്ത മാരിയിൽ കെടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി. ഇത് വരാൻ കാരണം ഇവര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്. ടീനെ പുറത്തെവിടെയോ പോയി പഠിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കട്ടപ്പനയിൽ ഇവള് വരുന്ന ദിവസവും കാത്ത് മറ്റാരാലും തിരിച്ചറിയപ്പെടാതെ ഇവള് മാത്രമേ ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇയാളുടെ ശരിക്കുള്ള മനുഷ്യത്വം എന്താണ്, സ്നേഹം എന്താണ്. പക്ഷെ ഇവള് അടുത്തില്ല. അങ്ങനെ ദൂരെ ഇരിക്കുന്ന രണ്ടുപേരുടെ പ്രണയമാണ് ശരിക്കും ആരാധിക. പക്ഷെ അതിനകത്ത് ഒരു വരിയുടെ അർത്ഥം കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. എന്താണ്? എൻ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ വരാം. ഈ ആശകൾ തൻ മൺതോണിയിൽ തന്നെ തുഴയണമായിരുന്നു എന്ന് വിനായകന്. ഈ മൺതോണി എന്ന് പറയുന്നത് എന്താ, സങ്കല്പം എന്താന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ചോദിക്കുക. പൊട്ടിപ്പോവോ? പൊട്ടിപ്പോവും. അതായത് ചെറിയൊരു ചാറ്റൽ മഴ വന്നാൽ പോലും ഇല്ലാതാവുന്ന അത്രയ്ക്കും പവർലെസ് ആയിട്ടുള്ള ഒരു മനുഷ്യനും അയാളുടെ പവർലെസ് ആയിട്ടുള്ള സ്വപ്നങ്ങളും. അപ്പൊ എനിക്ക് മൺതോണി ഞാൻ ഉണ്ടാക്കിയ വാക്കല്ല. ഞാൻ ഈ ഗിരീഷ് പുത്തഞ്ചേരി, വിദ്യാസാഗർ പാട്ടുകൾ കേൾക്കുമ്പോ മറ്റേ കാത്തിരിപ്പു കൺമണിയില് ഉറങ്ങാത്ത മനമോടെ ഏകാന്തമീ മൺതോണിയില്ല, അപ്പൊ ഞാൻ ആ വാക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അത് എടുത്തതല്ല, പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു പക്ഷെ അവിടെ നിന്നായിരിക്കാം എനിക്ക് ആ വാക്ക് വന്നത്. പക്ഷെ ഇവിടെ അത് കറക്റ്റാണ്. നീ എത്ര ദൂരെ പോവുകയും മനസ്സുകൊണ്ട് ഇയാൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആശകൾ തൻ മൺതോണിയിൽ തുഴഞ്ഞരികെ ഞാൻ വരാം. കുട്ടി പോകുന്ന ആശയന എനിക്ക് അങ്ങനെ തോന്നി, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. ഈ കോമിക് പാട്ടുകൾ കുറച്ചുകൂടെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്. ഇപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. പലതും വിനായകന്റെ ആശയങ്ങളൊക്കെ അതിനകത്ത് വെക്കാൻ പറ്റും. കുറച്ചുകൂടെ നമുക്ക് ലിബറൽ സ്വഭാവത്തിൽ അതിനെ വെക്കാൻ പറ്റും. അത് കുറെ കൂടെ നല്ലതാണോ? അതേ ഈ നെഞ്ചായക നീയല്ലേ എന്ന് പാടുന്ന സാധനത്തിനകത്ത് ഒരു പഴയ ഫോർമാറ്റാണ്. ഇത് ഏത് ഫോർമാറ്റും വഴങ്ങുമെന്നാണോ, അതെ ഈ ഫോർമാറ്റിനോടാണോ കൂടുതൽ മനസ്സുകൊണ്ട് യോജിച്ച് നിൽക്കുക? ഇല്ല, ഞാൻ രണ്ടും അതിൻ്റെതായ മനോഹാരിത രണ്ടിനും ഉണ്ട്. കാരണം ഞാൻ കേട്ടിഷ്ടപ്പെടുന്ന പാട്ടുകളല്ലേ ഈ പഴയ ഫോർമാറ്റ്. ആ പാട്ടുകളാണ് നമ്മളിൽ ഇത്തരത്തിലൊരു പാട്ട് എഴുതണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ വരണമെന്നോ മുളപ്പിച്ചത് ഇത്തരം പാട്ടുകളാണ്. അപ്പൊ അത്തരം പാട്ടുകൾ എഴുതാൻ അങ്ങനെ ഇഷ്ടമാണ്. എന്നാൽ ഈ മലയാള ഭാഷയുടെ പല ലിമിറ്റേഷൻസും കാരണം ഈ മെലഡി എഴുതാൻ മലയാളത്തിന് എപ്പോഴും പറ്റും. എന്നാൽ ഇത്തരം പാട്ടുകൾ, പുതിയ തരം കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ഒരുപക്ഷെ തമിഴിലോ ഹിന്ദിയിലോ പറ്റുന്ന പോലെ മലയാളത്തിൽ അത്ര എളുപ്പമല്ല. അപ്പൊ അന്നേരം ഈ ഇൻഡിപെൻഡന്റ് സ്വഭാവമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് പറയുകയാണ്, നീ കുറച്ച് എഴുതിക്കോ ഈ ട്യൂൺ, അല്ലെങ്കിൽ ഒരു ബീറ്റ് ഇട്ട് വന്നിട്ട് നീ എഴുതിക്കോ, അതനുസരിച്ച് ഞാനിത് പ്ലേസ് ചെയ്തോളാം എന്നൊക്കെ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം അത്തരം പാട്ടുകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഇത്തരം കോമിക് സോങ്സിൽ മാത്രമല്ല. ഇപ്പോൾ ജയ 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 ജയഹയില് ഇങ്ങോട്ട് നോക്കണ്ട കണ്ണുകളെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസിനെ പറ്റിയാണ് ശരിക്കും ആ പാട്ട്. അപ്പം അത്തരത്തിലൊരു പാട്ടിൽ പോലും ആ മീറ്റർ മൈൻഡ് ചെയ്യാതെ നമുക്ക് ആ ഒരു ആശയം എഴുതിയിട്ട് പിന്നെ അതിനനുസരിച്ച് ട്യൂൺ ചെയ്യാം എന്നുള്ളൊരു പ്രോമിസ് വളരെയധികം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേ രീതിയിൽ തന്നെ, രണ്ട് ഫോർമാറ്റിലും നമുക്ക് നല്ല പാട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അത് രണ്ടും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യുന്നു.